ചെട്ടിയാര് മരിച്ചു. ഓഹോ. ഒരസുഖം ഉണ്ടായിരുന്നില്ല, ഉറങ്ങാൻ വേണ്ടി കിടന്നതാ. അപ്പോ അമ്മ കൊണ്ടുവന്ന് ഒരു ഗ്ലാസ് പാല് കൊടുത്തു. ഉടനെ ക്ഷീണം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു. ഡോക്ടർക്ക് ആള് പോയി. ഡോക്ടർ വരുന്നതിന് മുമ്പ് ചെട്ടിയാര് മരിച്ചു. അപ്പയ്യ എന്തിനാ വിഷമിക്കുന്നത്? എല്ലാരും മരിക്കും. ചെട്ടിയാർ ഒരു വിഡിത്തം കാണിച്ചിട്ടാ മരിച്ചത്. നിങ്ങളെപ്പോലെ കരയാൻ കുറെ ആളുകളെ ഉണ്ടാക്കി വെച്ചു. ഞാൻ മരിച്ചാൽ ആരും കരയില്ല. കാര്യം എന്താണെന്നറിയോ? എനിക്ക് ബന്ധുക്കളില്ല. വേഗം ചെല്ല. അയ്യോ, ഞാൻ എന്തിനാ വരുന്നത്? അവരൊക്കെ വലിയ ആൾക്കാർ. അവിടെ എന്നെ പോലുള്ളവർക്ക് എന്താ കാര്യം? അതിനുള്ള നിലയും വില എനിക്കുണ്ടോ? അപ്പയ്യ പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. കഷ്ടമായി പോയി ശിവേട്ട. മദ്രാസിൽ നമുക്കുണ്ടായിരുന്ന ഏക ആശ്രയമായിരുന്നു അദ്ദേഹം. ആരെങ്കിലും ആശ്രയിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? നമുക്ക് ജീവിക്കണം. അയാൾ അല്ലെങ്കിൽ മറ്റൊരാൾ. ശിവേട്ടൻ തീരെ മനുഷ്യത്വം ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. ജീവിക്കണമെങ്കിൽ അതില്ലാതിരിക്കുക നല്ലത്. ഇവിടെ ആർക്കാ മനസാക്ഷിയുള്ളത്? ശിവേട്ടൻ അവിടം വരെ ഒന്ന് പോകുന്നില്ലേ? പോകണം, പോകും. സോഫി, എന്താ ശിവേട്ട? നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് കേൾക്കുമ്പോൾ സോഫി ഞെട്ടരുത്, വിഷമിക്കരുത്, വേദനിക്കരുത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ എവിടെ വെച്ച് കണ്ടുമുട്ടിയെന്ന് എനിക്കറിയാം. എങ്ങനെ ജീവിച്ചു എന്ന് എനിക്കറിയാം. ഇവിടം വരെ എത്തി. രുക്മിണിയിൽ നിന്നാണ് എന്റെ വളർച്ച ആരംഭിച്ചത്. അതിനാക്കം കൂട്ടിയത് നീയാണ്. എനിക്ക് നിന്നോട് നന്ദിയും കടപ്പാടും സ്നേഹവും ഉണ്ടായിരിക്കണമെന്ന് നീ ആശിക്കരുത്. നമ്മൾ ഇവിടെ വെച്ച് പിരിയുകയാണ്. രുക്മിണിയും അന്ന് ഇങ്ങനെയാ വിളിച്ചത്. ചെട്ടിയാര് മരിക്കുന്നതുവരെ നീ എന്റെ കൂടെ ജീവിക്കേണ്ടത് എന്റെ ഒരു ആവശ്യമായിരുന്നു. ശിവേട്ടനിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. സോഫി, നിനക്കൊന്നും തോന്നരുത്. രുക്മിണിയുടെ വളർച്ച അവസാനിച്ചപ്പോ അവളുമായി ഞാൻ കണക്ക് പറഞ്ഞു പിരിഞ്ഞു. നിന്റെയും വളർച്ച അവസാനിച്ചു. എന്റെ വളർച്ച ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് എനിക്കും നിനക്കും ബുദ്ധിമുട്ടായിരിക്കും. ശിവേട്ടനെ വിശ്വസിച്ചാണ് ശിവേട്ടൻ പറയുന്നത് എന്തും ഞാൻ ചെയ്തത്. ശിവേട്ടൻ എന്നെ ഉപേക്ഷിച്ച ഞാൻ എങ്ങോട്ട് പോകും? എങ്ങനെ ജീവിക്കും? ഇതേ ചോദ്യമാണ് രുക്മിണിയും ചോദിച്ചത്. അവള് പോയില്ലേ? അവള് ജീവിക്കുന്നില്ലേ? അതുപോലെ നീയും ജീവിക്കും. ഈ വീട്ടിൽ നിന്ന് നിനക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. നീ ചോദിക്കുന്ന എന്തും തരാം. പക്ഷേ എന്നെ മാത്രം ചോദിക്കരുത്. രുക്മിണി ഇറങ്ങിപ്പോയ വാതിൽ തുറന്നു കിടക്കുകയാണ്. നിനക്കും അത് തന്നെയാണ് വഴി. യാത്ര പറയാൻ ഇനി എന്നെ കാണണമെന്നില്ല. കരയാതിരിക്കൂ. അത് ചെയ്യാതെ നമുക്ക് മറ്റു യാതൊരു മാർഗവും ഇല്ലായിരുന്നു. என்ன இருந்தாலும் அவர் என் கணவர் தானே. அவரை நான் ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അത് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും?
எனக்கு இனிமே யாரு இருக்கான்னு சிவா? இனிமே எனக்கு எல்லாமே நீதானே. ഞാനുണ്ട്, എന്റെ കമലത്തിന് ഞാനുണ്ട്. തീർച്ചയായും നിനക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ ബിസിയാണെന്ന് പറയൂ. ആര് വിളിച്ചാലും 1 മണിക്കൂർ കഴിയാതെ ഒരു കോളും കണക്ട് ചെയ്യരുത്. ഹലോ, യെസ്, ശിവൻ ഹിയർ. കമലമല്ലേ? ശരി ശരി, ഞാൻ വൈകുന്നേരം വരാം. ജോലി കാരണം വരാൻ പറ്റുന്നില്ല കമലം. ഡെഫിനറ്റ്ലി ഐ വിൽ കം ഇൻ ദ ഈവനിങ്. ഞാൻ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് വിളിച്ചത്. എനിക്ക് 1 ലക്ഷം രൂപ വേണം. ഒരു ചെക്ക് മീറ്റ് ചെയ്യാനുണ്ട്. 50,000. കൊടുത്തയക്ക്. ഞാൻ പറഞ്ഞില്ലേ, വൈകുന്നേരം തീർച്ചയായും വരാം. എന്നെ കാണാൻ ആര് വന്നാലും വൈകുന്നേരം 4 മണിക്ക് ശേഷം വരാൻ പറയും. അക്കൗണ്ട്സിലെ നാരായണയ്യരോട് എന്നെ വന്ന് കാണാൻ പറയും. എടാ ശിവ, 50,000 രൂപയുണ്ട്. അമ്മ തന്നയച്ചതാ. നിന്നെ ആ കൃഷ്ണവേണി അന്വേഷിച്ചു. അവളിപ്പോ എവിടെ താമസം എന്നറിയാം? ജെമിനിയുടെ പുറയിലെ കല്യാണ മണ്ഡപം ഉണ്ടല്ലോ, അതിന്റെയും പുറയില. അവൾക്ക് ഇവിടെ വന്ന് നിന്നെ ഒന്ന് കാണണമെന്ന്. ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങോട്ടെങ്കിലും ചെന്നു പോകല്ലേ, അവനിപ്പോ പഴയ ആളൊന്നുമല്ല. തന്നോടാ പറഞ്ഞത് എഴുന്നേക്കാൻ. മേലിൽ ഇവിടെ വരരുത്. താനിന്നും പഴയ അപ്പയ്യാണ്. ഞാനിന്ന് പഴയ ശിവനല്ല. പക്ഷെ താനത് ഓർക്കുന്നില്ല. നീ പഴയതെല്ലാം മറന്നു. നിന്നെ ഞാൻ ആദ്യം കണ്ടുമുട്ടിയ ദിവസം നീ ഓർക്കുന്നു? നിന്നെ ഇവിടെ എത്തിച്ചതാരാണെന്ന് നിനക്കറിയാമോ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഞാനൊന്നും മറക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് തന്നോട് ഇവിടെ വരരുതെന്ന് പറഞ്ഞത്. താൻ എന്റെ ഭൂതകാലത്തിന്റെ നിഴലാണ്. പറഞ്ഞത് കേട്ടില്ലേ? മത്തായി, സോറി, അപ്പയ്യ, താൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിഫലമായി തനിക്ക് എത്ര പണം വേണമെങ്കിൽ ഞാൻ തരാം. ആർക്ക് വേണോടാ നിന്റെ പണം? നാളെ ഈ മുഖം എനിക്ക് പരിചയം ഉണ്ടാവില്ല. അതുകൊണ്ട് പറഞ്ഞ നന്ദി കേട്ടവൻ. ഗെറ്റ് ഔട്ട്.
മിസ്റ്റർ ശിവൻ. ഞാൻ തീരെ വിചാരിച്ചില്ല മിസ്റ്റർ ശിവൻ എന്ത് വരുമെന്ന്. ഒന്ന് ഫോൺ ചെയ്തുകൂടായിരുന്നോ? ആ വരൂ, നമുക്ക് അകത്തിൽ സംസാരിക്കാം. ചന്ദ്ര, പ്ലീസ് ബി സീറ്റഡ്. മിസ്റ്റർ ശിവൻ എന്താ കുടിക്കാൻ? ഹോട്ട് ഓർ കോൾഡ്? ചായ മതി. ചന്ദ്ര, ചായ കൊണ്ടുവരൂ. പിന്നെ ബിസിനസ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നു? കൊള്ളാം, നന്നായിട്ട് നടക്കുന്നു. ബൈ, ഇവിടുത്തെ പുതിയ ഫാക്ടറിയുടെ ജോലി ആരംഭിച്ചു. ഓയസ്, ജർമ്മനിയിൽ നിന്ന് ടെക്നീഷ്യൻസ് വന്ന് മെഷീൻസ് എല്ലാം ഫിറ്റ് ചെയ്തു. അടുത്ത മാസം ഉദ്ഘാടനം ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. Is it? Good. മിസ്റ്റർ മേനോൻ, നിങ്ങൾ ഡൽഹിയിൽ വലിയ പിടിപാടുള്ള ആളല്ലേ? എനിക്കൊരു ചെറിയ സഹായം ആവശ്യമുണ്ട്. എന്ത് വേണം പറയൂ. എന്റെ ഫാക്ടറിയുടെ ഉദ്ഘാടനത്തിന് ആ, അടുത്ത മാസം ആദ്യം പ്രൈം മിനിസ്റ്റർ ഒന്ന് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇറ്റ്സ് വെരി ഈസി. അദ്ദേഹത്തിന്റെ PA മിസ്റ്റർ ചൗധരി ഇസ് എ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് മൈൻ. വേണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഫോൺ ചെയ്യാം. ഈസ് ഇറ്റ് റേഡിയോഗ്രാം? നോ 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 നോ, എന്റെ മകൾ ജമുനയാണ് വായിക്കുന്നത്. ഒരു ഫോണിലോട്ട് പോകാം. He will not believe what an expert she is in piano. Allah. உங்களை பார்க்கணும்னு நான் எத்தனை நாளா நினைக்கிறேன் தெரியுமா? டெலிபோன் பண்ணா நீங்க இல்லைன்னு தான் அங்க இருக்கிறவங்க சொல்றாங்க. நேற்றுக்கு உங்களை பாக்குறதுக்காக நான் உங்க வீட்டுக்கு வந்திருந்தேன். அப்பவும் என்னால உங்களை பார்க்க முடியல. എനിക്ക് ഒരുപാട് ജോലിയില്ല കമലം. സമയത്ത് ഒരിടത്ത് ഓടിയെത്താൻ കഴിയുന്നില്ല. என்ன வேலை இருந்தாலும் எனக்கு ஒரு டெலிபோன் பண்ண கூடாதா? തിരക്കിനിടയിൽ ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല. കമലം എന്തിനാ എന്നെ അന്വേഷിച്ചത്? ஒரு சந்தோஷமான சமாச்சாரம் உங்ககிட்ட சொல்லத்தான். പറയൂ, എന്താണ്? நான் உங்க குழந்தைக்கு தாயாக போறேன். ஏன் பேசாம இருக்கீங்க? இதுல உங்களுக்கு சந்தோஷம் இல்லையா? ഇല്ല, ഇപ്പോഴത് വേണ്ടായിരുന്നു. വിധവയായ നീ പ്രസവിക്കുന്നത് നിനക്ക് അപമാനമല്ലേ? നിന്റെ ബന്ധുക്കൾ എന്ത് പറയും? നമ്മുടെ സൊസൈറ്റി എന്ത് പറയും? எனக்கு நீங்க இல்லையா? எனக்கு என் சிவன் இருக்கே. ഞാൻ നിങ്ങളുടെ ഭർത്താവല്ലല്ലോ. நீங்க என் கணவராகணும். அதுக்கு நீங்க என்ன கல்யாணம் பண்ணிக்கணும். என் கணவன் இறந்த பிறகு நான் உங்களைத்தானே கணவனா நினைச்சிருக்கேன். ஏன் என்ன கல்யாணம் பண்ணிக்கிறதுல உங்களுக்கு இஷ்டம் இல்லையா? അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. சிவா, നീ വിഷമിക്കണ്ട. എന്തുണ്ടായാലും ഞാനില്ലേ. കമലത്തിന് ഞാൻ ചതിക്കുവോ? നിനക്കെന്റെ വിശ്വാസമല്ലേ? விசுவாசம் இருக்கு. എടാ, അവൾ മരിച്ചു. ആരെ? സോഫി. അവൾ ആത്മഹത്യ ചെയ്തു. അവൾക്ക് ബുദ്ധിയുണ്ട്. എനിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, ഞാനത് എത്രയോ നേരത്തെ ചെയ്തേനെ. എന്റെ മോൾ എന്നെ വിട്ട് പോയപ്പോ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. എന്റെ വീട് തീ പിടിച്ച് കത്തി എറിഞ്ഞപ്പോഴും എനിക്കത് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നതെന്ന് നിനക്കറിയാമോ? നീ ജീവിച്ചിരിക്കുന്നതുകൊണ്ട്. പാവം. നീ സഹതപിക്കുകയാണോ? എടാ രുക്മിണി, നീ ആരോടാ സംസാരിക്കുന്ന അറിയാം? അറിയാം. ഈ പാവം രുക്മിണി ഒന്ന് കാറി തുപ്പിയാൽ തകർന്നു പോകുന്നതാണ് നിന്റെ അന്തസ്. ശിവനോടാണ് നീ സംസാരിക്കുന്നതെന്ന് ഓർമ്മിക്കും. ഞാൻ എന്റെ വിരലം നനയ്ക്കാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നീ ശബ്ദിക്കില്ല.